നമസ്തേ, രാംസ് വോയിസിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ചെറിയ വിഷയം, എന്നാൽ വലിയ വിഷയമാണ് താനും, അത് പറയാനാണ് മുന്നിൽ വന്നത്. ഇന്ന് യൂട്യൂബിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വാർത്ത കാണാനിടയായി. ആരും കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തൊരു വാർത്തയാവും. അതിൻ്റെ ഹെഡിങ്ങാണ് ഇപ്പോൾ ഞാനിട്ടത്, പശുവിനോടും ജിഹാദോ എന്ന്. കോഴിക്കോട് കാക്കൂരിൽ ഡാനിഷ് മജീദ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു ഫാം നടത്തുന്നുണ്ട്. ഒരു ഗംഭീര ഫാമാണ്, ഹൈടെക് ഫാം എന്ന് വേണമെങ്കിൽ പറയാം. മുന്തിയ ഇനം പശുക്കളെ അത് ശാസ്ത്രീയമായിട്ട് വളർത്തുന്ന ഒരിടമാണ് ഈ ഫാം. ഈ ഫാമിൽ കഴിഞ്ഞ ദിവസം ഒരു അക്രമമുണ്ടായി. അതിന് നേതൃത്വം കൊടുത്തത് ഒരു അജ്മലാണ്. പിന്നീട് അവർക്കൊപ്പം, ഈ അജ്മലിനൊപ്പം ജൂനൈസ്, ഷെമീറു എന്ന് പറഞ്ഞ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫാമിലേക്ക് ചാടിക്കയറി വളരെ ശക്തിയുള്ള ബ്ലീച്ചിങ് പൗഡർ ഇവിടുത്തെ പശുക്കളുടെ, അതും പ്രസവിക്കാറായിട്ട് 5-10 ദിവസമുള്ള പ്രസവിക്കാറായിട്ട് പശുക്കൾ, അവരുടെ ഗുഹ്യ ഭാഗത്തൊക്കെ ഈ ബ്ലീച്ചിങ് പൗഡർ ഇടിച്ച് കയറ്റി ദേഹത്ത് വിട്ടു. പശുക്കളുടെ ഗുഹ്യഭാഗങ്ങൾ, പ്രസവിക്കാനിരിക്കുന്ന പശുക്കളുടെ ഗുഹ്യഭാഗങ്ങളൊക്കെ പൊള്ളി, ശരീരമൊക്കെ പൊള്ളി. ഈ ഉടമ കാക്കൂർ ഡാനിഷ് പോലീസിനെ വിളിച്ചൊക്കെ അറിയിച്ചു. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, ഇതിന് ഒരു ചെറിയ കാരണമുണ്ട്. ആ കാരണം പറയുമ്പോഴാണ് ഈ ജിഹാദിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതായത്, ഈ പശുക്കളെയൊക്കെ തമിഴ്നാട്ടിൽ നിന്നും മറ്റുമാണല്ലോ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ തമിഴ്നാടിൻ്റെ അന്തരീക്ഷത്തിൽ ഈ പശുക്കളെ വളർന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അതിരാവിലെ 4:30 മണിക്ക് ഇങ്ങനെ ഒരു പാട്ടിടും. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. ഈ പാട്ട് അല്ലെങ്കിൽ കീർത്തനം, പാട്ടല്ലോ, അത് എന്നും കാലത്ത് ഈ പശുക്കൾക്ക് വേണ്ടി ആ ആലയിൽ കേൾക്കുന്ന വിധത്തിൽ, അത് 20 dB താഴെയായിട്ടാണ് അനുവദനീയമായിട്ടുള്ളത് പശുക്കൾക്ക്. കാരണം അവർ, ആ പശുക്കുട്ടികൾ വളർന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ച് നട്ടിയപ്പോൾ ആ പശുക്കൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതാണ് ഡാനിഷ് മജീദ് ഇട്ട് കൊടുക്കുന്നത്. അത് ആ പശുക്കൾക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീല്, അത് ആ ഫീല് തന്നെ പാലായിട്ട് ചുരത്തി ഡാനിഷിന് കൊടുക്കും. നമുക്കറിയാം, ധാരാളം ഇങ്ങനെയുള്ള ഫാമുകളിൽ ഈ സംഗീതം വയ്ക്കാറുണ്ട്. അത് മിക്കവാറും സംഗീതം വയ്ക്കുന്നത് നമ്മുടെ കർണാട്ടിക്കോ അതല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ഫ്ലൂട്ടോ, പ്രത്യേകിച്ച് കൃഷ്ണനിഷ്ടപ്പെട്ട ഫ്ലൂട്ട്, ഇതൊക്കെയാണ് സാധാരണ ഇത്തരം ഫാമുകളിൽ വയ്ക്കുക. കാരണം അവരുടെ ഒരു മൂഡ് അതാണ്. അല്ലാതെ അവിടെ പോയിട്ട് നമ്മുടെ വേടൻ്റെ പാട്ടൊന്നും അവിടെ ഇടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ ഉള്ള പാലും കൂടി കിട്ടാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാനിഷ് ജാതിയോ മതമോ നോക്കാതെ അവിടെ കൗസല്യ സുപ്രഭാതം ഇട്ടു. അപ്പോൾ ഇത് ഇട്ടത് കാരണം നേരത്തെ തന്നെ വന്ന് വാൺ ചെയ്തിരുന്നു പോലും ഇതിടാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഇട്ടത് കാരണമാണ്, ഡാനിഷ് അത് തുടർന്നത് കാരണമാണ് ഈ ഫാമിലേക്ക് ഈ ജിഹാദികൾ ഇടിച്ചു കയറിയതും ഈ മിണ്ടാപ്രാണിയുടെ യോനിയിലടക്കം ഈ പൊള്ളുന്ന ബ്ലീച്ചിങ് പൗഡർ കുത്തിക്കയറ്റിയതും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു മനസ്സാണെന്ന്. നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5 നേരം, രാവിലെ മുതൽ അതിരാവിലെ മുതൽ
രാത്രി വരെ 5 നേരം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഇവർ വിളിച്ചു പറയുന്നത് ഈ ലോകം മുഴുവൻ കേൾക്കുകയാണ്. ക്രിസ്ത്യാനി കേൾക്കുന്നു, ഹൈന്ദവൻ കേൾക്കുന്നു, ഇവർ മാത്രമല്ല കേൾക്കുന്നത്. ഇപ്പോൾ ലോകത്ത് കോളാമ്പി വെച്ചിട്ട് അവരുടെ മതത്തിൻ്റെ പ്രാർത്ഥനയല്ലത്. അതിൻ്റെ ഉള്ളടക്കം എന്താണ്? അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹും ഇല്ല, വേറെ ഒരു ദൈവവും ഇല്ല, കൃഷ്ണനും ഇല്ല, ബ്രഹ്മവും ഇല്ല, യേശുവും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ 5 നേരം ഇവർ വിളിച്ചു കൂവുന്നത് സഹിച്ചു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് മുമ്പിലാണ് കൗസല്യ സുപ്രഭാതം കേട്ട് ഒന്ന് പശു, ആ പശു ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ പശു നല്ല രീതിയിൽ ചുരത്തി കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉടമ ജാതി ഭേദം മറന്ന് ഇതേപോലെ ഒരു ബഹളമുണ്ടാക്കുന്ന ഒരു സ്തുതി അല്ല അത്. അതിട്ടതിൻ്റെ പേരിൽ ആ പശുക്കളെ ഉപദ്രവിച്ച ഈ നരാധമന്മാരെ എന്താ പറയേണ്ടത്? നമുക്ക് സങ്കടം തോന്നും. നമ്മൾ ജീവിക്കുന്നത് ഈ കേരളത്തിലാണോ എന്ന്, അല്ലേ? അന്യമതത്തിൻ്റെ ഒരു മന്ത്രം കേൾക്കാനോ അതല്ലെങ്കിൽ സ്തുതി കേൾക്കാനോ ഈ സഹിഷ്ണുതയില്ലാത്ത മതമായി ഈ ഇസ്ലാം മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളല്ല കുറ്റക്കാർ, നിങ്ങൾ തന്നെയാണ്. പശുവിനെ പോലും വെറുതെ വിടരുത് സാമദ്രോഹികളെ. ഒരു പശുവിനെ പോലും വെറുതെ വിടരുത് സാമദ്രോഹികളെ. അവിടെയും മതം കലർത്തി. മനുഷ്യൻ്റെ മനസ്സിൽ നിങ്ങൾ മതം കലർത്തുന്നു, വിദ്വേഷം കലർത്തുന്നു. നാൽക്കാലികൾക്ക് ഇടയിൽ പോലും മതം കലർത്തല്ലേ. സങ്കടമുണ്ട് കേൾക്കുമ്പോൾ. എന്തായാലും കാക്കൂരിലെ ഡാനിഷ് മജീദിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. അത് കാക്കൂരിലെ ഡാനിഷ് മജീദ് അദ്ദേഹം ഒരു മുസൽമാനാണെന്നും കൂടി ആലോചിക്കണം. പശുവിൻ്റെ പാല് കുടിക്കുന്നത് മുസ്ലിങ്ങളും മാത്രമല്ല, അത് ഹിന്ദുവും കുടിക്കും, ക്രിസ്ത്യാനിയും കുടിക്കും. ആ പാലിന് ആരും മതം കൽപ്പിച്ച് നൽകാറില്ല. ബ്രാഹ്മണൻ്റെ പശുവിൽ നിന്നും, ക്രിസ്ത്യാനിയുടെ പശുവിൽ നിന്നും, നായരുടെ പശുവിൽ നിന്നും, അബ്ദുറഹിമാൻ്റെ പശുവിൽ നിന്നും പാൽ ശേഖരിച്ചാണ് ഈ രാജ്യത്ത് മുഴുവൻ വിതരണം നടത്തുന്നത്. അത് ഈ അജ്മലും കൂട്ടരും ആലോചിച്ച നന്ന്. വിവിധ പ്രാർത്ഥനകൾ കേട്ട്, ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന കേട്ട് വൈകുന്നേരം അവർ കുരിശു വരയ്ക്കുന്ന ശബ്ദം അടുക്കള വരെ എത്തും. വൈകുന്നേരം ഹരേ രാമ ചൊല്ലുന്ന ഹൈന്ദവൻ്റെ വീട്ടിലെ പ്രാർത്ഥനയും പശുക്കൾ കേൾക്കും. എല്ലാം കേട്ട് വളരുന്ന അങ്ങനെ വരുന്ന പശുക്കളാണ്. അപ്പോൾ ഇത് ശീലിച്ചു പോയ പശുവായതുകൊണ്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും, അതല്ലെങ്കിൽ ബ്രാഹ്മണർ വളർത്തിയ പശുക്കളായിരിക്കും. കാരണം ബ്രാഹ്മണരെ നന്നായി പശുക്കളെ നോക്കുള്ളൂ, ദൈവമായിട്ട് കരുതുള്ളൂ. അപ്പോൾ അങ്ങയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നതുകൊണ്ട് കൗസല്യ സുപ്രഭാതം ഇട്ട് കൊടുത്തു. അതിത്ര വലിയ തെറ്റാണോ? സമൂഹം ചിന്തിക്കുക. ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ മതം പശുവിൻ പാലിലും കലർത്താൻ നോക്കിയാൽ കഷ്ടമാണ്, കഷ്ടം മാത്രമാണ്. ഈ ചെറുപ്പക്കാർക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിടാം.